നമസ്കാരം. ഭീകരരുടെ ഭീഷണി വകവയ്ക്കാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ശ്രീനഗറിലെ ജനങ്ങൾ എത്തിയ വാർത്ത ഇപ്പോൾ ദേശീയ ശ്രദ്ധ നേടുന്നുണ്ട്. ഇക്കുറി മണ്ഡലത്തിൽ റെക്കോർഡ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഇന്നലെയായിരുന്നു ശ്രീനഗർ ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. 38% അവിടെ രേഖപ്പെടുത്തിയ പോളിംഗ്. 25 വർഷത്തിന് ശേഷം ആദ്യമായാണ് മണ്ഡലത്തിൽ ഇത്ര ഉയർന്ന ഒരു പോളിംഗ് രേഖപ്പെടുത്തുന്നത്. 1996 തെരഞ്ഞെടുപ്പിൽ 40.94% പോളിംഗ്. എന്നാൽ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെയും പോളിംഗ് ശതമാനം കുത്തനെ ഇടിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും 14.43% മാത്രമായിരുന്നു ശ്രീനഗർ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയ പോളിംഗ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം നടക്കുന്ന ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള വലിയ പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉയർന്ന പോളിംഗ് ശതമാനം അത് മോദിക്ക് അനുകൂലമായി തന്നെ വരും എന്നാണ് BJPയുടെ നേതൃത്വം കരുതുന്നത്. ഇത് മാത്രമല്ല, മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിലും ഇന്നലെ പോളിംഗ് വളരെ സമാധാനപരമായിരുന്നു എന്ന കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. എല്ലാ പൊതു തെരഞ്ഞെടുപ്പിലും, എന്തിനധികം തദ്ദേശീയ തെരഞ്ഞെടുപ്പുകളിൽ പോലും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണം എന്നുള്ള ആഹ്വാനം പതിവായി നക്സലുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാറുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതൊക്കെ ആവർത്തിച്ചിട്ടുമുണ്ട്. വോട്ട് ചെയ്യാൻ പോകരുത് എന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ പോലും പല നക്സൽ ബാധിത പ്രദേശങ്ങളിലും പ്രത്യക്ഷപ്പെടാറുണ്ട്. നമ്മളൊക്കെ അത് മാധ്യമങ്ങളിലൂടെ കാണാറുള്ളതുമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണത്തിനുള്ള ആഹ്വാനമൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇന്നലെ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയത്. ഇതും ഒരു പുതിയ കാഴ്ച തന്നെയായിരുന്നു. വോട്ടർമാർക്ക് പെട്ടെന്ന് തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും, വഴിയടക്കമുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലും ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇത്ര സമാധാനപരമായി ഭീകരരുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ നക്സൽ ബാധിത പ്രദേശങ്ങളിലൊക്കെ വോട്ടിംഗ് നടക്കുന്നത് രാജ്യത്ത് ഒരു ചരിത്ര സംഭവം തന്നെയായി അടയാളപ്പെടുത്തേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് ഈസിന്റെ മലയാളം.